ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മാത്യു കോഴിനാടൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ മാത്യു കോഴിനാടൻ, 2016 കാര്യമാണ്, പ്രളയവുമായി ബന്ധപ്പെട്ട് 2018 കഴിഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടമാണ്. അപ്പോഴത്തെ 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തുവിടുമ്പോൾ ആ ശബ്ദരേഖ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, കേട്ടിരുന്നു എന്ന് ഇന്ന് വി ഡി സതീശൻ പറയുകയുണ്ട്. അത് രേഖയായി തന്റെ കയ്യിൽ കിട്ടിയില്ല എന്നും. ഈ സമയത്ത് അത് പുറത്തുവിട്ടതിന് പിന്നിൽ എന്താണെന്നാണ്, മാത്യുവിന് മറ്റു ദുരുദ്ദേശമാണെന്ന് ആരോപിക്കുന്നവർക്ക് എന്താണ് മറുപടി? അത് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അദ്ദേഹം അത് കേട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയിരുന്നില്ല. നമ്മുടെ കയ്യിലും കിട്ടിയത് വൈകിയാണ് കിട്ടിയത്. വൈകി കിട്ടിയതിനനുസരിച്ച് അതിൻ്റെ മറ്റ് മിനിമം പരിശോധനകളൊക്കെ ഞങ്ങൾ നടത്തണമല്ലോ. അപ്പോൾ അതൊക്കെ നടത്തി കഴിഞ്ഞിട്ട് വന്ന ഒരു സമയം മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മറ്റേ ഇത് സിനിമയിൽ പറയും പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് റിലീസ് ചെയ്തത്. അതല്ലാണ്ട് മറ്റു ദുരുദ്ദേശമൊന്നുമില്ല. അല്ല, ഈ ശബ്ദരേഖ തന്റെ ശബ്ദമല്ല എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്, എ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എ ആണെന്ന് പറയുന്നു, അദ്ദേഹം പറയാമല്ലേ. അപ്പോൾ എ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? എന്നെപ്പോലെ ഒരാൾ ഒരു സിറ്റിംഗ് മിനിസ്റ്റർക്കെതിരെ കൃത്രിമമായ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസാണ്. അദ്ദേഹം അപ്പോൾ തന്നെ പരാതി കൊടുത്താൽ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ഒരുപക്ഷെ ബെയിൽ പോലും കിട്ടിയെന്ന് പറയത്തില്ല. അപ്പോൾ അത്രയും ഗുരുതരമായത് ചെയ്തപ്പോൾ ഹി ഷുഡ് ആക്ട് ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേണമെന്ന് വിചാരിച്ചാൽ ഈവൻ 24 hours ഇതിൻ്റെ വെറാസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതിയില്ല, ഫോൺ പരിശോധിച്ചാൽ ഇത് എവിടെ നിന്നാണ് വന്ന് എങ്ങനെ കിട്ടി, അതിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കാൻ പറ്റും, അതിൻ്റെ അത് ഒറിജിനേറ്റ് ചെയ്ത് എവിടെ നിന്നാണ് നോക്കാൻ പറ്റും, അത് ഒറിജിനൽ ഓഡിയോ അപ്പോൾ അത് ഒറിജിനൽ ഫോൺ കോളാണോ അതെയോ അങ്ങനെ ഉണ്ടാക്കിയതാണോ എന്നുള്ള പരിശോധിക്കാവുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം കേസ് കൊടുക്കുന്നതിനെ വെച്ച് ആലോചിക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം എന്നുള്ള ഡിഫൻസ്. പിന്നെ ഇന്നിപ്പോൾ അദ്ദേഹം അതേ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു പ്രഭാത് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പ് പത്രക്കാരെ കണ്ടിരുന്നു, നിങ്ങളുടെ ആളുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് ഫോണിലും നേരിട്ടും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും എ ക്രിയേറ്റ് ചെയ്ത ആളാണെന്ന് പറയൂ. മാത്യുവിന് എന്താണ് തോന്നുന്നത്, ഒരു വലിയ അഴിമതി എന്നുള്ളതാണോ? അന്ന് നമുക്കറിയാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആ പാർട്ടിക്കകത്ത് നടന്ന തർക്കങ്ങളുണ്ട്. മാത്യു ടി തോമസിനെ ഒഴിവാക്കി കൃഷ്ണൻകുട്ടിക്ക് വരാനുള്ള ആഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ പോരിന്റെ ഭാഗമായിട്ടാണോ, അതല്ല യഥാർത്ഥത്തിൽ തന്നെ അഴിമതി നടന്നിട്ടുണ്ടോ? മാത്യു ടി തോമസുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള അറിയാം അദ്ദേഹം എത്രത്തോളം നല്ല വ്യക്തിത്വമാണ് എന്നുള്ളതാണ് പുറത്തേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഒരു അഴിമതിക്കാരനാണ് എന്നൊരു ആരോപണം ആ പാർട്ടിയിലെ തന്നെ ഒരാൾ ഉന്നയിച്ചതായിട്ടുള്ള വിവരമാണ്. അപ്പോൾ അത് ശരിയാണ് എന്ന തോന്നലാണോ മാത്യുവിനുള്ളത്? അതുകൊണ്ടാണോ അത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? അതെ, എനിക്കതൊന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം ഡാം മാനേജ്മെൻറ്റിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വഴങ്ങി ഇവർ പ്രവർത്തിച്ചു എന്ന കാര്യത്തിന് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലി ഈ ഒരു റാറ്റിഫിക്കേഷൻ കൂടി വന്നപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ പ്രതിപക്ഷമാണല്ലോ, ഞങ്ങൾ പറയുമ്പോൾ ഭരണപക്ഷത്തെ എതിർക്കാൻ വേണ്ടി ഇല്ലാത്ത പറയുന്നു, അല്ലെങ്കിൽ അവരെ തെറ്റാക്കാൻ പറയുന്നു. ഇതിപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്താണ്. അദ്ദേഹം പഴയ ജലസേന മന്ത്രിയായിരുന്ന ആളാണ്, സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ മിനിസ്റ്ററായിട്ടിരിക്കുന്ന ഒരാളുടെ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബോധ്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഒരു സംശയമില്ല, ഇത് ഒരു വ്യക്തി മാത്രമായി നടന്നതല്ല, ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു. 1-2 ചെറിയ കോടിയുടെ അല്ല, 1, 2, 5, 10, 100 കോടിയുടെ അല്ല. ഇറ്റ്സ് എ ഹ്യൂജ് സ്കാം ഇൻ ദ സെൻസ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഉള്ള നേട്ടത്തിന് വേണ്ടി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി, കേരളത്തെ ഒറ്റുകൊടുത്ത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവനും സ്വത്തും പോലും വില വയ്ക്കാതെ ഇവരുടെ അത്യാഗ്രഹം കൊണ്ടും ആക്രാന്തം കൊണ്ടും ഇവർ ചെയ്തു കൂട്ടിയതാണ് കേരളത്തിൽ 2018 ഇതുപോലൊരു പ്രളയം ഉണ്ടായി ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാവാനുള്ള കാര്യം. അതാണ് അതിൻ്റെ സത്യം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. പക്ഷേ ഈ മേരി മാതാ കൺസ്ട്രക്ഷൻസ് നോക്കൂ, മേരി മാതാ കൺസ്ട്രക്ഷൻസ് ഒരു പ്രസ് റിലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സ്പിൽവേ വർക്കിനും അവിടുത്തെ കരിമണൽ ഖനനവും ബന്ധപ്പെടുത്തി വന്ന വാർത്തകൾ അത് സംബന്ധിച്ച് തോട്ടപ്പള്ളി സ്പിൽ വർക്കും തോട്ടപ്പള്ളി കരിമണൽ ഖനനവുമായി മേരി മാതാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അറിയിക്കുന്നു എന്ന് ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പ് മേരി മാതാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ കുറിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്?
അത് മേരിമാതയാണോ മാതാമേരിയാണോ എന്ന് നമുക്കറിയില്ല. ഞാനത് ഇവിടെ എനിക്കറിയാവുന്നൊരു മേരിമാതയുണ്ട്. ഞാൻ അവരെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ വന്നതിലേക്ക് സ്വാഭാവികമായിട്ട് എനിക്കറിയാവുന്നൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ഫോമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അവരെങ്ങാനും അവിടെ വർക്ക് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ അസന്നിഗ്ധമായി പറഞ്ഞു ഞങ്ങൾ തോട്ടപ്പള്ളി സ്പിൽവേയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, ആരെയാണ് പറഞ്ഞതെന്നുള്ളത് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എനിക്കതറിയില്ല. സ്വാഭാവികമായിട്ടും ഇനി അവരാണോ ചെയ്തത്, മറ്റാരെങ്കിലും ആണോ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാണെന്നുള്ളത് ഇറ്റ് ഈസ് വൈഡ് ക്ലിയർ. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു എന്നുള്ള മട്ടിൽ തന്നെ സഭയിലും ചർച്ച നടന്നായിരുന്നല്ലോ. ഒരു ദിവസം മുഴുവൻ സഭയിൽ ആ വിഷയം ചർച്ച ചെയ്തതാണ്. 3 റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടേ ഉള്ളൂ. ബാക്കി 2 എണ്ണവും അങ്ങനെയല്ല. ഇത് ഒരു പ്രകൃതി ദുരന്തം എന്ന നിലയ്ക്ക്. പക്ഷേ ഇത് ഡാമുമായി ബന്ധപ്പെട്ട് ഡാം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ബന്ധപ്പെട്ടാണ് താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം അല്ലേ? അന്ന് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നില്ല എന്നുള്ള കാര്യം, അതിനുശേഷം ഉണ്ടായ ദുരന്തം നമുക്കറിയാം. ഇവിടെ മന്ത്രി സജി ചെറിയാനടക്കം വെള്ളപ്പൊക്കം വന്ന ഘട്ടത്തിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് പ്രതികരിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എത്ര രൂപയുടെ അഴിമതി എന്നുള്ള കാര്യങ്ങൾ അങ്ങയുടെ പരിശോധനയിൽ അങ്ങേക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ? ഇതൊരു അഴിമതിയാണ്, വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന അതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആണെങ്കിൽ? അല്ല സ്മൃതി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഡാം മാനേജറിന് സർക്കാരിനെ കുറ്റപ്പെടുന്ന ഒരു റിപ്പോർട്ടും മറ്റ് 2 റിപ്പോർട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചാണ് വന്നത്. സർക്കാരിന് വീഴ്ച വന്നു, ഡിലേ വന്നു, തുറക്കണ്ടായിരുന്നു, തുറന്നില്ല. പക്ഷെ തുറക്കാതിരുന്നതിന് പിന്നിൽ കോടികൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം, വാങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊരു പ്രളയ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പൈസ വാങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തും ഇത്രയും വലിയ റിസ്ക് എടുക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ആംഗിൾ കൂടി നോക്കുമ്പോഴാണ് ഇതൊരു ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ല. മണലിനോട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000-കണക്കിന് കോടിയാണ്. 1 മണിക്കൂർ വാരിയാലും കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ അത്രയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ കേട്ടില്ലേ, ഇറ്റ്സ് എ ഗോൾഡ് മൈൻ. ആ ഗോൾഡ് മൈൻ വെറുതെ അങ്ങ് ഒഴുകിപ്പോവും. ആ ഗോൾഡ് മൈൻ കടലിലേക്ക് ഒഴുകി പോകുന്നതിന് മുമ്പുള്ള വെപ്രാളം ആക്രാന്താണ് ആ കണ്ടത്. വളരെ ക്ലിയർ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ്. ജീവൻ പണയം വെച്ചും ഈ നാടിനെ അല്ലെങ്കിൽ ഈ സംസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനും അത് കേട്ടിരുന്നു, ആ ഓഡിയോ എനിക്ക് കൈമാറിയില്ല എന്ന്. അപ്പോൾ ഒരാൾ കൈമാറിയിട്ടാണല്ലോ അങ്ങേക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ കൃഷ്ണൻകുട്ടിയുമായും മാത്യു ടി തോമസുമായും ഒക്കെ ബന്ധമുണ്ടായിരുന്ന അറിയുന്ന ഒരാൾ തന്നെ ഇത് കൈമാറി എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായിട്ടും അത് അവരുമായിട്ട് ബന്ധമുള്ളവരിൽ അല്ലാണ്ട് വരില്ലല്ലോ. അത് ഈ ഓഡിയോ കിട്ടിയിട്ട് എത്ര ദിവസമായി? നോട്ട് ടു ലോങ്. അത് പരിശോധിക്കാൻ എടുത്ത സമയമാണോ? അതൊന്നും റെലവന്റ് അല്ലല്ലോ ശ്രുതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം എന്നുള്ളത് കൊണ്ട് മാത്യുവിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഇതിപ്പോ പറഞ്ഞ ഞാനാണ് തെറ്റുകാരൻ, അങ്ങനെയല്ല, അവരല്ല. അങ്ങയെ വിമർശിക്കുന്നവർ അത് ചോദിക്കുന്നു. നമ്മുടെ ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ച് അതാണ്. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോൾ മാത്യു കൊള്ളാടൻ അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ചോദിച്ചതല്ല. അങ്ങക്കെതിരെ പറയുന്നവർ പറഞ്ഞ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഇത് പുറത്തുവിടുന്നതിന് പിന്നിൽ ദുരുദ്ദേശമാണെന്ന് പറയുന്നവർക്ക് അങ്ങേക്ക് മറുപടി നൽകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവർക്കതല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. എനിക്ക് എൻ്റെ എല്ലാ സെക്ഷൻ ഇതും കഴിഞ്ഞിട്ട് ഇതായിരുന്നു എൻ്റെ ഇതായിരുന്നു പറ്റുമായിരുന്നുള്ളൂ. അതാണ് എൻ്റെ സത്യം. മാത്യു കൊള്ളാടിനെതിരെ നമ്മൾ ഈ വിഷയം ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ CPM പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, സ്വന്തം നിലയ്ക്കും പാർട്ടിയുടെ നിലയ്ക്കും ഒക്കെ സുപ്രീം കോടതിയിൽ പല കേസുകളും കൊണ്ടുപോയി പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ ഇതും പരാജയപ്പെടാനുള്ള കേസാണെന്നാണ് പറയുന്നത്. മാത്യു ഇതിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകാൻ പോകുന്നത് ഈ ലഭിച്ച തെളിവിൽ, ഈ ശബ്ദരേഖയിൽ? അല്ല, ഞാൻ ഇപ്പോൾ ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അവരുടെ മറുപടി പറഞ്ഞില്ല. അവരുടെ മറുപടി വരാണ്ട് ഇനിയും ഞാൻ നാളെ ഈ ഇവിടുത്തെ പത്രക്കാരൊക്കെ ചോദിച്ച നിലയ്ക്ക് മാത്യു ടി തോമസിൻ്റെ ക്ലെയിം ഇതാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഞാനത് കൊടുക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിശ്വാസ്യതയും കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളൊക്കെ ഓണസ്റ്റായിട്ടും സിൻസിയറായിട്ടും ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ആഫ്റ്റർ ഓൾ നമ്മുടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മളൊക്കെ ഏത് ഇവിടെ ജോലിക്കാരാന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലേ. ഇൻറ്റഗ്രിറ്റി വെച്ചിട്ട്
ഇത്രയും വലിയൊരു കാര്യം മറ്റെന്തെങ്കിലും ചെറിയ കാര്യം പോലെ അല്ലല്ലോ. അതിൻ്റെ അകത്ത് ഞാൻ നാളെ ഒരു ഡോക്യുമെൻ്റ് കൂടി പരിശോധിക്കും. അന്നേരം ഇതിൻ്റെ ഹോൾ പ്രോസസ്, എൻ്റയർ സ്കീം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ യു ബൈ ഇറ്റ്, അതർവൈസ് യു ക്യാൻ റിജക്ട് ഇറ്റ്, നോ പ്രോബ്ലം. ജനങ്ങൾ വിലയിരുത്തട്ടെ, അവർക്കും വിലയിരുത്താലോ. വളരെ ഗൗരവത്തിലുള്ള വിഷയം തന്നെയാണ് മാത്യു പുറത്തുവിട്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.